ഹലോ നമസ്കാരം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ചാനലിൽ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ നോക്കുകയാണ്. അതിന് കാരണം ഓരോ സമയത്തും ഓരോ കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാറില്ല, ഹൈറിച്ചിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാറില്ല. അതിനകത്ത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത് ഞാൻ തന്നെ മടുത്തു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ടല്ലോ. എൻ്റെ പരിധിയിലുള്ളതല്ല, ഒന്നെങ്കിൽ മറ്റുള്ളവരും നമ്മളെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ഇതുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ ചലിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് കേൾക്കാൻ ആൾ വേണം, കേൾക്കുന്നതിൻ്റെ കൂടെ കൂടാനും ആൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കൂടുതൽ ആവശ്യമില്ല, കിട്ടില്ലായിരിക്കാം. എൻ്റെ അതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ വീഡിയോകൾ അങ്ങനെ ഹൈറിച്ചിനെ കുറിച്ച് ചെയ്യാറില്ല. നിർത്തി ഞാൻ ആ പരിപാടി. നിർത്തിയതല്ല, ഹൈറിച്ച് എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയിട്ടില്ല, വീഡിയോ ചെയ്യും. കാരണം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം പറഞ്ഞ് കേൾക്കേണ്ടവരൊക്കെ ഒരുവിധം കേൾക്കാൻ പറ്റുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. കുറേ പേരൊന്നും കേട്ടിട്ടില്ല, പോട്ടെ, അത് വിട്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ഡയലോഗ് അടിച്ചതുകൊണ്ട് അതിനകത്ത് ആ കേസിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിധിയില്ല, പക്ഷേ ഞാൻ അത്ര ചെയ്യുള്ളൂ, അങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പം വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണല്ലോ, വീട്ടിലാണല്ലോ. ഞാനൊരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു ഓഫീസിലോ ഒരു കമ്പനിയിലോ ഒരു ജോലിക്ക് കയറി ഇങ്ങനെ ആഴ്ച, വീക്ക്, മന്ത്ലി പേയ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പണ്ട് IT ഫീൽഡിലായിരുന്നു. എന്നിട്ട് കുറേ നാൾ ഞാൻ പിന്നെ നിർത്തിവെച്ചിരുന്നു. നിർത്തിവെച്ച് വേറെ പല ലോക്കൽ ജോലികൾക്ക് പോയിരുന്നു. ഇതും ഒരു ലോക്കൽ ജോലിയൊക്കെ തന്നെയാണ്, പക്ഷേ വരുമാനം കൂടുതൽ കിട്ടുന്നത് IT ഫീൽഡിലായിരുന്നു. പക്ഷേ എനിക്കത് കൂടുതൽ എൻ്റെ ബോഡി സ്ട്രക്ചറിന് ശരിയല്ല. ഞാൻ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കി ഒരു കാലത്ത് നിർത്തിയതാണ്. പിന്നീട് ഒരു ആക്സിഡൻറ്റിന് ശേഷം വീണ്ടും അതിൽ കയറിയതാണ്. പിന്നെയും അത് വിഷയങ്ങൾ ഈ ബോഡി പെയിൻ, ബാക്ക് പെയിൻ, മസിൽ പെയിൻ, നംനെസ്, അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതൊരു ശാരീരിക അവസ്ഥയാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാമല്ലോ, എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. ആർക്കും എപ്പോൾ വേണേലും വരാം. അപ്പം എനിക്ക് പക്ഷെ എൻ്റെ ഇങ്ങനത്തെ ഒരു പനിയാണെങ്കിൽ തൊട്ട് വയ്ക്കാൻ തിരിയും, അല്ലെങ്കിൽ ഒരു മുറിവാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇത്തരത്തിൽ ഈ നടുവേദന, പുറം വേദന, മസിൽ വേദന, കട്ടുകഴപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഈ മസിൽ വേദനകൾ പ്രത്യേകിച്ച് അതിന് ഇത്തരത്തിലുള്ള ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ടാകുന്ന ബോഡി പ്രശ്നങ്ങൾക്കൊന്നും പ്രത്യേക ചികിത്സയൊന്നുമില്ല. അതിന് എനിക്കത് എക്സ്ട്രീം ലെവലിലേക്ക് എത്തിപ്പോയിരുന്നു. എനിക്കത് നേരെയാക്കാനും പറ്റുന്ന സിറ്റുവേഷനോ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനോ വർക്ക് ചെയ്യാൻ ഈ ചെറിയൊരു വർക്കുണ്ട്, ആ വർക്ക് ചെയ്യുക, അതിൻ്റെ വരുമാനം മേടിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് മെല്ലെ ഇങ്ങനെ മറ്റെന്തെങ്കിലും ഒരു മേഖലയിലേക്ക്, മറ്റ് പല മേഖലകളും എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്, പക്ഷേ എനിക്കിങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് അറിയാവുന്ന പണി എന്ന് പറയുന്ന പോലെ ഒരു കൈത്തൊഴിൽ എനിക്കറിയാവുന്നത് ആക്ച്വലി ഇതാണ്. അപ്പം മറ്റ് പല കാര്യങ്ങളൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊന്ന് എൻ്റെ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ആ ആക്സിഡൻറ്റിൻ്റെ കേസൊക്കെ ഉണ്ട്. കേസിൻ്റെ വിഷയങ്ങളൊക്കെ അതിനകത്ത് പോകേണ്ടതുകൊണ്ടും മറ്റൊരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില പേപ്പർ വർക്കുകളൊക്കെ റെഡിയാക്കേണ്ടതുണ്ട്. അങ്ങനെ മറ്റൊരു പണി, എന്തെങ്കിലും എനിക്ക് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തിന്, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന വർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം. എനിക്ക് മാറ്റം ഇഷ്ടമാണ്. മാറ്റം ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമായിരിക്കില്ല. മാറ്റം ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ മോശമാവാം. മോശം എന്ന് പറഞ്ഞൊരു സംഗതിയൊന്നുമില്ല. മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ദരിദ്രത്തിൽ മരണപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഒരു ഏറ്റവും മോശം സിറ്റുവേഷൻ. അതിൻ്റെ മേലെ ജീവിച്ചു പോകാൻ പറ്റുന്ന സിറ്റുവേഷനെല്ലാം, മരണം വരെ ജീവിക്കുന്നതെല്ലാം ഓക്കെയാണ്. കാരണം എല്ലാ കാറ്റഗറിയിലും സമൂഹത്തിൽ ആളുകളുണ്ട്. തീരെ അധപ്പതിച്ച് നശിച്ചു പോകരുത് എന്നുള്ളതാണ്
ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ നശിച്ചു പോകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കും മരണം വരെ എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എനിക്കും എൻ്റെ കൂടെ എന്നെ ആശ്രയിക്കുന്നവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിൽക്കാൻ അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രൊസ്പെക്റ്റീവ് മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ്. എൻ്റെ ഇടയിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ എനിക്കുണ്ട്. ഒരുപാട് വലിയ ലക്ഷക്കണക്കിന് കോടികളുടെ അങ്ങനെയൊന്നുമല്ല, കുറച്ച് ലക്ഷങ്ങളുടെയാണ്. 1, 2, 3 ലക്ഷം 4 അതിൻ്റെ ഉള്ളിൽ താഴ്ന്നതാണ്. പക്ഷേ എൻ്റെ സിറ്റുവേഷനിൽ, എൻ്റെ വരുമാനത്തിൽ, എൻ്റെ കയ്യിലുള്ള പൈസയിൽ എനിക്കത് വലുതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോടികളുടെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ രക്ഷയില്ല. ജീവിക്കാൻ ഈ കോടികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു രൂപ പോലും കയ്യിലില്ലാത്തവൻ എന്നുള്ള അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ അത്രയും ഗതികെട്ട് പോകുന്നില്ല. എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, എന്നെക്കൊണ്ട് പണിയെടുത്ത് വീട്ടാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആരെയും പറ്റിക്കാനോ ചതിക്കാനൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ബിസിനസ് ചെയ്യാൻ പോലും അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. എന്തെങ്കിലും ഒരു സാധനം കച്ചവടം ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും കച്ചവടമൊക്കെ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും ഇയാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും മൾട്ടി ലെവൽ കമ്പനികളിലൊക്കെ, എനിക്കതിലൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് സ്കില്ലില്ല. പക്ഷേ എനിക്ക് എൻ്റേതായ ചില സ്കില്ലുകളുണ്ട്. അതെല്ലാം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതോട് മടി പിടിച്ച് വീട്ടിൽ കുത്തിരിക്കുകയാണ് ഇപ്പം. പക്ഷേ ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ളൊരു മൂഡിലാണെന്ന് പറയാം. കാരണം വലിയ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും നല്ല മഴ, പിന്നെ ഫുൾ ടൈം മഴ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പുറത്തിറങ്ങാൻ പറ്റുമ്പോൾ എനിക്ക് ബൈക്ക് എടുത്തിട്ടേ എനിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം ബൈക്ക് എടുത്തിട്ട് പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഈ മഴയൊന്ന് തോർന്നു കഴിഞ്ഞാൽ ഈ കോട്ടെങ്കിലും എടുത്തിടാമല്ലോ, അതിന് പോലും പറ്റുന്നില്ല. അല്ലാതെ ആ മഴയത്ത് പോയിട്ട് ഞാൻ എന്നാ കാണിക്കാൻ, ഒന്നും ചെയ്യാനില്ല. അപ്പം എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ മിക്കവാറും എൻ്റെ ചെയ്യുങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഒരു സ്ഥാപനത്തിലൊരു പെർമനൻ്റ് ഒരു ജോലിക്ക് കയറാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയും, പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്ക്സ് ഇരുന്നു കൊണ്ട് കുറേ നേരം കുത്തിയിരുന്ന് ഒക്കെ ചെയ്യുന്ന പണികൾ, അത് മെയിനായിട്ട് കുത്തിയിരുന്ന് ചെയ്യുന്ന പണി എനിക്കിഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനാണ് എന്നെ അങ്ങനെ ആക്കിയത്. പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഈ കുത്തിയിരുന്ന പണി ഞാൻ നിന്ന് ചെയ്യാൻ വരെ നോക്കി, അതുപോലും നടക്കുകയില്ല. കാരണം എനിക്ക് വരുന്ന സ്ഥലത്തിട്ടുള്ളിങ്ങനെ നിപ്പ്, കുത്തിയിരിപ്പ്, കുറേ നേരം ഒരേ സമയം സ്റ്റാറ്റിക് സിറ്റുവേഷനിലുള്ള ജോലി എന്നെക്കൊണ്ട് പറ്റുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ നോക്കും. നമ്മളൊക്കെ ഒന്നും ഒരു എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ, എനിക്ക് എന്ത് പണിയെടുത്തും ജീവിക്കാമെന്നോ ഉള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്ത് പണിയെടുത്തും ഞാൻ ജീവിക്കും. കാരണം ഒരുവിധം പണികളിലെല്ലാം ഞാൻ ഈ ഏറ്റവും വേസ്റ്റ് കോരുന്ന പണികളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഒരുവിധം പണികളൊക്കെ, പല പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കും. അതിൻ്റെ ഇടയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച്, പല പാഷനുകളുണ്ട്. പാഷൻ അനുസരിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ഡെവലപ്മെൻറ്റ് ചെയ്തു വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് കഷ്ടപ്പാടാണ്. എന്തായാലും ഒരു വലിയ ദൗത്യമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ കീഴടക്കി എടുക്കണം. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും അതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വ്ളോഗ്സിനെ, എൻ്റെ വീഡിയോയെ എൻ്റെ ഒരു ഡയറി ആക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വിജയമാവാം പരാജയമാവാം വിജയം പരാജയമൊന്നും ഇല്ല. ശരിക്കും ഒരു ഫ്ലോയിൽ അങ്ങ് പോകുക. അതിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ പൈസ ഉണ്ടാക്കാം, ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുമല്ലാതെ പോകാം, ചിലപ്പോൾ ഒരേ ലെവലിൽ ഇങ്ങനെ പോകാം. ഇപ്പോൾ ഉള്ള പോലെ തന്നെ പോകാം. എന്നതാണേലും പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ചെയ്യും. അപ്പം നിങ്ങൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ ചില സിറ്റുവേഷൻസ്, മൊമെൻറ്റ്സ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ദോഷമൊന്നും തോന്നുന്നില്ലെങ്കിൽ, മോശമൊന്നും ഞാൻ നിങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്നില്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. എന്തായാലും നല്ല
എക്സൈറ്റിംഗ് ആയിട്ടുള്ള എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓരോ മൊമെൻറ്റുകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റുകളിലായിരിക്കും എൻ്റെ വീഡിയോയിൽ ചാനലുകളിൽ വരുന്നത്. ഒരാളുടെ ലൈഫിൻ്റെ പല സിറ്റുവേഷൻസ് അല്ലേ, അതിൽ പല ആളുകൾക്കും എൻ്റർടൈൻമെൻറ്റ് തോന്നാം. കാരണം അങ്ങനെയാണല്ലോ സിനിമകളൊക്കെ ഇറങ്ങുന്നത്. പല ആളുകളുടെ ജീവിതത്തിലെ പല സിറ്റുവേഷൻസ് ആണല്ലോ സിനിമകൾ. അങ്ങനെ എൻ്റെ ഒരു സിനിമ ആയിക്കോട്ടെ, എൻ്റെ ഒരു സീരീസ് അങ്ങനെ എൻ്റെ ലൈഫ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ.